നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴിവറവാണ്. കാസർഗോഡൻ സ്റ്റൈലിൽ എങ്ങനെ നാടൻ കോഴിവറവ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കനാണ് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ വലിയ കഷ്ണങ്ങൾ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 സവാള, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്തത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലോട്ടൊരു തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലോട്ട് ഈ ഒരു തക്കാളി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ചെറിയ തീയിൽ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ഈ ഒരു തക്കാളിയും സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 2 അല്ലി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കേണ്ട സമയമാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കേണ്ടത്. 2 സ്പൂൺ മുളക് പൊടിയും. ഈ മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് അതായത് എരിവ് വേണ്ടതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഈ ഒരു മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി ഇതിനോട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി ആ ഒരു പച്ചമണം പോയതിന് ശേഷം നേരത്തെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് കഴുകി വെച്ച ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിന് ഈ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഈ ഒരു ചിക്കനും ആ ഒരു മസാലയുമായി, അതായത് ഉപ്പും മുളകും എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഉള്ളിയുടെയും മസാലയുടെയും ഇത് എത്തുന്നത് വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവാൻ സമയമെടുക്കും. നാടൻ കോഴി ആയതുകൊണ്ട് ഇത് മറ്റ് ചിക്കനേക്കാളും സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ എടുക്കേണ്ടതാണ്. നന്നായി ഇതെല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മൂടി വെച്ച് നമുക്കിതൊരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അത് അവിടത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട മല്ലിയും, അതേപോലെ ഒരു 2 പിടി മല്ലിയും കുരുമുളകും രണ്ടും ചേർത്ത്
ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ചുവന്ന കളറാവുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ കുരുമുളകിൻ്റെ അളവ് എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഈ ചിക്കൻ നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഈ ഒരു 20 മിനിറ്റിനുള്ളിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു മല്ലിയും കുരുമുളകും ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് ഒരു ചുവന്ന കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം, ചൂടാക്കിയെടുക്കാം. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു കളർ ആവുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് മാത്രം നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൽ തന്നെ വെള്ളം ഉള്ളതാണ്. ചെറുതായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ നേരത്തെ ചൂട് മാറാൻ വെച്ച ഈ ഒരു മല്ലിയും കുരുമുളകും ഒന്ന് മിക്സിയിലെടുത്തൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള മസാല എന്ന് പറയുന്നത്. ഇതൊന്ന് നന്നായി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാം. അതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി, നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ആ ഉള്ളി വഴറ്റാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് ഒരു ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്. 20 മിനിറ്റ് ആവാറായി. അത് വെന്ത് വരേണ്ട സമയമായിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനിലോട്ട് ചേർക്കേണ്ട ഉള്ളിയുടെയും തേങ്ങയുടെയും വറവാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ നിറം ഈ ഒരു നിറത്തിലോട്ട് വരുമ്പോൾ, ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ, അരമുറി വേണ്ട, കുറച്ച് തേങ്ങ, ഈ ഒരു അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങയും ഉള്ളിയും നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഉള്ളിയും തേങ്ങയും കൂടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഈ ഒരു ചിക്കനിലോട്ടേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു മസാല, അതായത് മല്ലിയുടെയും കുരുമുളകിൻ്റെയും മസാല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഈ ഒരു മസാല എത്തുന്ന പോലെ ഇളക്കി കൊടുക്കാം.
എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കുരുമുളകിൻ്റെ അളവിലും എല്ലാം ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിലോട്ട് നമ്മൾ അല്പസമയത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ച അതായത് ഉള്ളിയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചത് കൂടി ഇനി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു ഉള്ളിയും തേങ്ങയും വറുത്ത് വെച്ചത് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വറവ്, കോഴി വറവ്, കാസർഗോഡൻ സ്റ്റൈല് കോഴി വറവ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയില, അത് ആവശ്യത്തിന് മാത്രം ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ റെസിപ്പീസിനായി, ഇതേപോലെ കാസർഗോഡൻ സ്റ്റൈൽ കൂടുതൽ റെസിപ്പീസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നാടൻ കോഴി വറവ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് നമുക്കിത് ചോറിനോടും ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.